മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ തുടക്കത്തിൽ തന്നെ ശബരിമലയിലെ തിരക്ക് നിയന്ത്രണം താളം തെറ്റി അനുവദിച്ചതിലും അധികം ഭക്തർ സ്പോട്ട് ബുക്കിംഗിലൂടെ എത്തിയതാണ് അസാധാരണമായൊരു തിരക്കിന് കാരണമായിരിക്കുന്നത്. 3 മണിയോടുകൂടി നട തുറന്നു. അതോടുകൂടി അല്പം ആശ്വാസമുണ്ട്. ദർശനത്തിനായി ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നുണ്ട്. ഭക്ഷണവും വെള്ളവും ഒന്നും കിട്ടാതെ മണിക്കൂറുകളോളം കാത്തുനിന്നു എന്ന് ഭക്തർ വലിയ പരാതി ഉയർത്തുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടു. സ്ത്രീകൾ, ചെറിയ കുട്ടികളൊക്കെ ഉൾപ്പെടെ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ മണിക്കൂറുകളോളം ക്യൂവിൽ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായി എന്നതാണ് അവരൊരു രൂക്ഷമായ പ്രതികരണത്തിന് പ്രേരിപ്പിച്ചിരിക്കുന്നത്. പോലീസും ദേവസ്വം ബോർഡും മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ ഇനി സ്പോട്ട് ബുക്കിംഗ് കർശനമായി 20,000 എന്നതായി നടപ്പാക്കും. മറ്റ് ഭക്തർ സ്പോട്ട് ബുക്കിംഗ് പ്രതീക്ഷിച്ച് എത്തേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം കൂടി ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. എത്തുകയാണെങ്കിൽ 1-2 ദിവസങ്ങൾ കാത്തിരിക്കേണ്ട നിലയുണ്ടാകും. ഇപ്പോൾ തന്നെ നിലയ്ക്കലിലും പമ്പയിലുമൊക്കെ സ്പോട്ട് ബുക്കിംഗ് പ്രതീക്ഷിച്ചെത്തിയ ഒരുപാട് ഭക്തരുണ്ട്. അവർക്കൊക്കെ എന്തായാലും കാത്തിരിക്കേണ്ടി വരും. 1-2 ദിവസത്തേക്ക് ഇനി സ്പോട്ട് ബുക്കിംഗ് കിട്ടാനുള്ള സാധ്യതയില്ല. നിലയ്ക്കലിൽ നിന്ന് വിവരങ്ങളുമായി AV ജയശങ്കർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ജയശങ്കർ, എന്താണ് നിലയ്ക്കലിലെ സാഹചര്യം? നട തുറന്നതോടുകൂടി ഭക്തരെ കയറ്റിവിടുന്നുണ്ട്. അല്പമൊരു ആശ്വാസം ഈ തിരക്കിന് വന്നിട്ടുണ്ട്. നിലയ്ക്കലിലെ സാഹചര്യം എന്താണ് ജയശങ്കർ? അതായത് റീജിത്ത്, അസാധാരണമായ സാഹചര്യത്തിലൂടെയാണ് ശബരിമല തീർത്ഥാടനത്തിന്റെ ആദ്യഘട്ടം തന്നെ ഈ മണിക്കൂറിൽ കടന്നു പോകുന്നത്. നിലയ്ക്കലിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അങ്ങ് ഇലവുങ്കൽ വരെ ഇത്തരത്തിൽ വാഹനങ്ങൾ ഇങ്ങനെ ബ്ലോക്കായി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏകദേശം 4 കിലോമീറ്ററിലധികം ദൂരം ഈ നിലയ്ക്കലിൽ നിന്ന് ഇലവുങ്കലിലേക്കുണ്ട്. അത്രയും ദൂരം വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. പത്തനംതിട്ടയിൽ നിന്നൊപ്പം തന്നെ കോട്ടയം ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ചേരുന്ന ജംഗ്ഷനാണ് ഇലവുങ്കൽ എന്ന് പറയുന്നത്. അവിടെ മുതൽ ഈ ഒരു നിയന്ത്രണങ്ങളുണ്ട്. നിലയ്ക്കലിൽ ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കൂടുമ്പോൾ 5 വാഹനങ്ങൾ എന്ന രീതിയിൽ വിടുന്നതിന് വേണ്ടി ഒരു നിർദ്ദേശം പോലീസ് KSRTC മാത്രമാണ് നിലവിലായി ഇളവ് നൽകിയിരിക്കുന്നത്. സാധാരണ ഭക്തജനങ്ങളുടെ വാഹനങ്ങൾ അതിപ്പോൾ പമ്പയിലേക്ക് വിടുന്നില്ല. നിയന്ത്രണം അതുപോലെ തന്നെ തുടരുന്നു. നിലയ്ക്കലിലെത്തുന്ന വാഹനങ്ങൾ ഇവിടെ നിന്ന് തിരിച്ച് നിലയ്ക്കലിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് ആണ് നിലവിൽ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. KSRTC ബസ്സുകൾ പോലും പമ്പ നിലയ്ക്കൽ റൂട്ടിൽ ഓടുന്ന ബസ്സുകൾ കാലിയായാണ് പോകുന്നത്, പമ്പയിൽ നിന്ന് ഭക്തരെ എടുത്തു വരുന്നതിന് വേണ്ടി. ഒപ്പം തന്നെ ഈ ദീർഘദൂര KSRTC ബസ്സുകളെ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് കടത്തിവിടുന്നുണ്ട്. അതാണ് ഈ 10 മിനിറ്റിൽ 5 ബസ് എന്ന കണക്ക്. അത് ബാധകമാകുന്നത് ദീർഘദൂര KSRTC ബസ്സുകളിൽ മാത്രമാണ്. ആ ബസ്സുകളിൽ നിലയ്ക്കലിലുള്ള കുറച്ച് ഭക്തർക്ക് പമ്പയിലേക്ക് പോകാനുള്ള അവസരവും പോലീസ് നൽകുന്നുണ്ട്. അങ്ങനെ വലിയ നിയന്ത്രണങ്ങൾ പമ്പയിലേക്ക് എത്തുന്നതിന് വേണ്ടി ഭക്തർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇനി കാര്യങ്ങൾ കൂടുതൽ വഷളായാൽ എരുമേലി മുതൽ അങ്ങോട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള ഒരുക്കങ്ങൾ പോലീസ് തുടങ്ങുമെന്നാണ് ലഭ്യമാകുന്നത്. ഇപ്പോഴും പമ്പയിൽ അഭൂതപൂർവമായൊരു തിരക്ക്, അവിടെ ഒരു മണ്ണ് വാരിടാനുള്ള സ്ഥലമില്ലാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ വാഹനങ്ങളൊക്കെ ഏറെക്കുറെ പമ്പയിലെ പാർക്കിംഗ് പൂർണ്ണമായും ഫുള്ളായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കൂടുതൽ വാഹനങ്ങളെ, കൂടുതൽ ഭക്തജനങ്ങളെ, കൂടുതൽ മനുഷ്യരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പമ്പയുടെ ടെറൈൻ പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നു. സന്നിധാനത്തും സമാനമാണ് വിജയകുമാർ റീജിത്ത് കാര്യങ്ങൾ. കാരണം അവിടെയും ഇത്തരത്തിൽ വലിയ തോതിൽ ഭക്തരുടെ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. നട തുറന്നതിന് ശേഷം അല്പം ആശ്വാസം എന്ന് നമ്മൾ പറയുമ്പോഴും അവിടെ അത്ര കാര്യങ്ങൾ ആശ്വാസകരമല്ല എന്നാണ് അവിടെയുള്ള ഭക്തരെ വിളിക്കുമ്പോൾ അവർ പറയുന്നത്. കാരണം മണിക്കൂറുകളായി നിൽക്കുന്നു. ഇതുവരെ തങ്ങൾക്ക് ദർശനത്തിനുള്ള സമയം കിട്ടിയിട്ടില്ല. ഒരു ക്യൂവിൽ നിന്ന് ഒരു സെക്ഷനിൽ നിന്ന് അടുത്ത സെക്ഷനിലേക്ക് പോകേണ്ട അവസ്ഥ. 18 പടി ചവിട്ടാൻ ഇനി എത്ര മണിക്കൂറുകൾ കാത്തു നിൽക്കണമെന്നാണ് അവിടെയുള്ള ഭക്തർ ചോദിക്കുന്നത്. അങ്ങനെ ഈ തീർത്ഥാടന കാലം തുടങ്ങി വെറും മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. 48 മണിക്കൂർ ആയിട്ടില്ല ശബരിമല തീർത്ഥാടനം തുടങ്ങിയിട്ട്. പക്ഷേ ആദ്യ 48 മണിക്കൂറിൽ തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. പോലീസിനെ നമുക്ക് പൂർണ്ണമായി കുറ്റപ്പെടുത്താൻ, കാരണം അവർ ഇലക്ഷൻ ഡ്യൂട്ടി, ക്രമസമാധാന ചുമതല ഇതിനെല്ലാം ഇടയിലാണ് ശബരിമല ഡ്യൂട്ടിക്ക് എത്തുന്നത്. ആ പോലീസുകാരെ സംബന്ധിച്ച് പലരും പുതിയ ആളുകളാണ്. ആദ്യമായി ശബരിമലയിൽ എത്തുന്ന ആളുകളുണ്ട്. അവർക്ക് പരിചയക്കുറവുണ്ട്. നമ്മൾ ആദ്യ ദിനം ഇവിടെ എത്തിയ അന്നു മുതൽ ഈ പരിചയക്കുറവ് ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഉന്നത ഉദ്യോഗസ്ഥരോട് സൂചിപ്പിച്ചിരുന്നു. ആ പരിചയക്കുറവിൻ്റെ പ്രതിഫലനമാണ് നിലവിലെ ഈ അസാധാരണ സാഹചര്യം ശബരിമല തീർത്ഥാടനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.